അപ്പൊ നമ്മൾ ഇന്നൊരു ഡെസേർട്ട് സ്വീറ്റ് പൊട്ടറ്റോ ഒക്കെ വെച്ചിട്ടൊരു ഡെസേർട്ടാണ്. ഇത് കഴിച്ചിട്ട് ഇത് ഏതെങ്കിലും ഡെസേർട്ടുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് പറയണം. അതാ കുറച്ച് ശർക്കര കാരമലൈസ് ചെയ്യുന്നേ, ഏലക്ക ഇട്ടേക്കാം. ഏലക്ക പൗഡറാണ് നല്ലത്. പായസം നിങ്ങൾ തീരുമാനിക്കുക, ആവട്ടെ. എന്നിട്ട് അതിന് പേരിടൂല്ലേ? ഇതന്നെ പാലോ? അതെ, പായസം. പായസത്തിന്റെ ഒരു ടേസ്റ്റ് അല്ലേ? ക്രീം. ഫ്രഷ് ക്രീം. ഇതൊക്കെ എത്ര അളവിൽ ഒഴിക്കണം എന്നുള്ളത് ഇത് കണ്ടില്ലേ? കഴിഞ്ഞോ? അത് ഈ കൺസിസ്റ്റൻസി ആണ്. ഈ കൺസിസ്റ്റൻസി ചെയ്യാം. ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് കോൺഫ്ലവർ അതായത് കുറച്ചുകൂടെ കൺസിസ്റ്റൻസി ഉണ്ടാക്കാം. ഇതിപ്പോ ചെറിയൊരു പരിപാടിയാണ്. പേരെന്താ? ഇത് റബ്ഡി എന്ന് പറയുന്ന ഡിഷിന്റെ ഫോർമാറ്റിലാണ് നമ്മൾ ചെയ്യുന്നത്. റബ്ഡി എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. നോർത്ത് ഇന്ത്യൻ ഡിഷ്. അത് കുറച്ചുകൂടെ തിക്കാണ്. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തിക്കാക്കാം. ഇതിന് പേര് പറയാ. അല്ല, ഇതിന് ആക്ച്വലി പേരില്ല. പേരിടണം. അന്നാർക്കലി പേരിടണം. അല്ല, എന്താ പറയാ, ഇന്നസെന്റ് സ്പെഷ്യൽ ഡെസേർട്ട്. Oh my God.